ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ എല്ലാ ടോക്കുകൾ ബാക്കിയുള്ള അച്ഛന്മാരുടെയൊക്കെ ടോക്കുകളൊക്കെ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ചെറുതിലേ തൊട്ടേ ഞാൻ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബമായിരുന്നു. ഞങ്ങളുടെ മമ്മി എപ്പോഴും ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകും, പ്രാർത്ഥിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ എപ്പോഴും മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ ഓരോ പ്രാർത്ഥനകളൊക്കെ കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു ടോക്ക് കേൾക്കാനിടയായി. ആ ടോക്ക് കേൾക്കുമ്പം എനിക്ക് അച്ഛൻ്റെ സൗണ്ടോ അച്ഛൻ്റെ ആ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോറി അച്ഛാ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കേട്ടത് പിന്നെ അച്ഛൻ്റെ ഒരു ട്രോള്, അച്ഛൻ അങ്ങനെയാ. അത് കഴിഞ്ഞ് ഞാൻ ഇതും കൃപാസനത്തിൻ്റെ മാതാവിനെ പറ്റി പ്രാർത്ഥിക്കാൻ ഞാൻ എപ്പോഴും നിത്യസഹായ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2020 എൻ്റെ മകൾക്ക് MBBS അഡ്മിഷൻ കിട്ടി ആൻഡമാൻ നിക്കോബാർ മെഡിക്കൽ കോളേജിൽ. കിട്ടിക്കഴിഞ്ഞ് ഇവർക്ക് 2021 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. അതിന് കോവിഡിൻ്റെ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ടായി. അപ്പോൾ ഇവർക്ക് ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങി. അത് കഴിഞ്ഞ് ആ സമയത്തൊന്നും ഇവൾ ശരിക്കും ഓൺലൈൻ ക്ലാസ്സസിൽ ശരിക്കും അറ്റൻഡ് ചെയ്യാതെയും പഠിക്കാതെയും പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം വന്നു. ഇവർക്ക് ഒരു സബ്ജക്റ്റ് മാത്രം ക്ലിയർ ആയുള്ളൂ, ബാക്കി സബ്ജക്റ്റ് ഫെയിലായി. അപ്പോൾ ഇവരുടെ കൂടെയുള്ള 52 പിള്ളേർ ഫെയിലായി. അപ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് വെച്ചാൽ ഇവൾ അക്കാഡമിക്സ് ഇതിൽ ഒരിക്കലും ഒരു വീക്കായിട്ടുള്ള സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. അപ്പം നമുക്കൊരു പേടിയില്ല. ഞങ്ങൾക്ക് ഇവളെ പറ്റി ഒരു അഹങ്കാരം, ഒരു ഗർവമായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ. ഇവൾ നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, എല്ലാ കാര്യത്തിലും മുമ്പിലായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ഒരു അഹങ്കാരം ഞങ്ങളുടെ മനസ്സിൽ രണ്ടുപേരുടെയും, പപ്പയുടെയും മമ്മിയുടെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ തോറ്റപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങൾ ആരോടും അങ്ങനെ ആരോടൊന്നും പറഞ്ഞില്ല. നെക്സ്റ്റ് സപ്ലിയിൽ അവൾ എഴുതിയെടുത്തോളും, അവൾക്ക് ആദ്യത്തെ പഠിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ സപ്ലി എഴുതി. പിന്നെ അവൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, എല്ലാം ചെയ്യും. കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഇവളെ എഴുതി. പിന്നെയും അവൾ ആ സബ്ജക്റ്റ് എല്ലാം പോയി തോറ്റു. 2 സബ്ജക്റ്റായിരുന്നു പാസ്സാകാനുള്ളത്, തോറ്റു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിഷമമായി. ഇവൾ ഒരു വർഷം ബാക്കായി. സപ്ലിയിൽ പാസ്സായില്ലെങ്കിൽ അവൾ ആ വർഷം ബാക്കായി. ഒരു വർഷം അവളുടെ പോയി. പിന്നെ അവൾ പറഞ്ഞു, ഇല്ല മമ്മി, ഞാൻ എഴുതിയെടുത്തോളാം. അവൾക്ക് അവളുടേതായ കഴിവിൽ അവൾക്ക് പിന്നെയും ഒരു വിശ്വാസമായിരുന്നു. ഒരിക്കലും ഒരു 0 മെറിറ്റിലേക്ക് ഞങ്ങൾ വന്നില്ല, വിശ്വാസമായിരുന്നു. ഇല്ല മമ്മി, നെക്സ്റ്റ് ടൈം ഞാൻ എഴുതിയെടുക്കും. അങ്ങനെ പറഞ്ഞ് അവൾ 3rd പരീക്ഷ എഴുതാനായി പോയപ്പോൾ പിന്നെ എൻ്റെ അനിയത്തി എനിക്കൊരു സാക്ഷ്യം ഇട്ടു തന്നു. ഒരു നായർ ഫാമിലിയിൽ അവൻ്റെ പപ്പ വന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നു. അവൻ്റെ മകൾ MBBS പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, ലാംഗ്വേജ് പ്രോബ്ലം. അപ്പോൾ പിന്നെ പപ്പ വന്ന് പിന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മകൾ മുന്നോട്ട് പഠിക്കാനുള്ള അവസരം കിട്ടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരിയൊക്കെ വിശ്വാസം വന്ന് ഞാൻ ഇവളോട് പറഞ്ഞു, കൊച്ച് ഓൺലൈൻ ഉടമ്പടി എടുക്കുക. എന്നിട്ട് ഇവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. പക്ഷേ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോ ഉടമ്പടി പ്രാർത്ഥനയോ ഒന്നും കണ്ടിന്യൂ അത് എങ്ങനെ ഫോളോ ചെയ്യേണ്ടി ആ രീതിയിലൊന്നും ഫോളോ ചെയ്തില്ല, പ്രാർത്ഥിച്ചില്ല. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ നമുക്കൊരു ആധ്യാത്മിക വരുന്നില്ലായിരുന്നു, അതിനെപ്പറ്റി ഒരു അർത്ഥം വരുന്നില്ല. എന്ത് പ്രാർത്ഥിച്ചാലും അതെന്തോ ഒരു പ്രാർത്ഥന അങ്ങനെയായിരുന്നു തോന്നിയിരുന്നത്. എങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവൾ 3rd അറ്റംപ്റ്റ് പരീക്ഷ എഴുതിയിരിക്കുമ്പോൾ ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുക. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഫോട്ടോ കാണുന്നു. ഫോട്ടോയിൽ നിന്ന് മാതാവിനെ ഇത് നോക്കാതെ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ തന്നെ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മാതാവ് എന്നെ നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പോയി മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് പൊട്ടിക്കരയുക. ഞാൻ എഴുന്നേറ്റ് ചെന്ന് കൊച്ചിനോട് ചോദിച്ചു, മോളെ റിസൾട്ട് വന്നോ? നെയ് മമ്മി നെയ് ആയ പോലെ तू हम पूछा फिर हम कुछ बोला नहीं, क्या हुआ मम्मी पूछा तो ഞാൻ പറഞ്ഞു ഒന്നുമില്ല മോനെ, കുച്ച് നെയ്യേ കരക്കെ പോലി. ദൂസരാ ദിൻ നെക്സ്റ്റ് ഡേ ഞാൻ സ്വപ്നം കണ്ട ആ സമയത്ത് ഇവളുടെ റിസൾട്ട് വന്നു. ഇവൾ പിന്നെയും ഫെയിലായി. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഞങ്ങൾ ആകെ തകർന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു മകളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആകെ തകർന്നു. എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കരച്ചിലാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഓർഡർ നേരത്തെ വന്നത് ഈ പിള്ളേർക്ക് അറിയത്തില്ലായിരുന്നു. ഇനിയുള്ള പിള്ളേർക്ക് ഇവരുടെ ബാച്ചിലെ തൊട്ടുള്ള 2019 ബാച്ചുള്ള പിള്ളേർക്ക് തൊട്ട് 4 അറ്റംപ്റ്റ് മാത്രമേ എഴുതാൻ കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ചെയ്യും, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെളിയിലാക്കും. ഇവർ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ. എൻ്റെ ഈ സ്വപ്നം കണ്ടു ഇവൾ ഫെയിലായി. ഇവൾ പറഞ്ഞു, മമ്മി നമുക്ക് കൃപാസനത്തിൽ പോകാം. എക്സാമിൻ്റെ റിസൾട്ട് വന്നു. 2nd ഡേയിൽ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരാളെ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളായിരുന്നു. മോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ പ്രാർത്ഥന കൈവച്ച് അച്ഛനും പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യം തന്നെ മാതാവ് ഞങ്ങളുടെ കൂടെ വന്നു എന്നതിന് ഒരടയാളം തന്നു.
ഞങ്ങൾ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അന്ന് തന്നെ എനിക്ക് അവിടെ ചെന്ന് ലാൻഡ് ചെയ്യണം, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം. അപ്പോൾ ഭയങ്കര ക്ലൈമറ്റ് വേഴ്സായി, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായി പ്രോബ്ലം, ഫ്ലൈറ്റ് ക്രാഷ് ആകുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് വന്നു. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, പൈലറ്റ് അനൗൺസ് ചെയ്തു 7 മിനിറ്റ് ഞങ്ങൾ നോക്കും, അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്ലൈറ്റ് റിട്ടേൺ ചെന്നൈക്ക് പോകും. ഞാൻ ഇവളോട് പറഞ്ഞു, മോനെ നീയല്ലേ ഉടമ്പടി എടുത്തത്, നീ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ല, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. എന്നിട്ട് ഇവൾ അങ്ങനെ ഞങ്ങൾ കണ്ണടച്ച് രണ്ടുപേരും പ്രാർത്ഥിച്ചു. 3 മിനിറ്റായി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ എല്ലാം നല്ല വെയിൽ, നല്ല പ്രശാന്തമായ ക്ലൈമറ്റ്. എന്നിട്ട് ഞങ്ങളെ പപ്പ കൊണ്ടുവരാൻ വന്നു. ഞങ്ങൾ ചെന്ന് വണ്ടിയിൽ കയറിയിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയായിരുന്നോ പല ക്ലൈമറ്റ്, ഞങ്ങൾക്ക് റോഡ് പോലും കാണുന്നില്ല ഡ്രൈവ് ചെയ്ത് പോകാനുള്ള, അതുപോലെ ഒരു ക്ലൈമറ്റായി. ആ 3 സെക്കൻഡിന് വേണ്ടി ഞങ്ങൾ ആ വണ്ടിയിൽ കയറി ഇരിക്കുന്നോടം വരെ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഇവളോട് പറയും. പക്ഷേ ഇവൾ പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ പത്രം കൊടുക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേട്. അതെന്ന് വെച്ചാൽ ഇവൾ നേരത്തെ തൊട്ട് അങ്ങനെ ആരുടെയും മുമ്പിൽ തലകുനിക്കുന്ന ഒരു കൊച്ചല്ല, എല്ലാവരുടെയും മുമ്പിൽ ഏറ്റവും മുമ്പിലായി നിൽക്കണം ഇവക്ക്. അപ്പം ഞങ്ങൾക്കൊരു നാണക്കേട്, ഇവൾക്കിങ്ങനെ ഫെയിലായി, ഇങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ പോയി പത്രം അതിൻ്റെയാ ഇങ്ങനെയാണെന്നൊന്നും പറയാൻ ഒരിത്. എന്നാലും ഞങ്ങൾ പത്രമൊക്കെ കൊടുത്തു. പക്ഷേ പ്രേക്ഷിത വേല, ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയുള്ള ബാക്കി ഒരു റൂൾസും ഫോളോ ചെയ്തില്ല വീട്ടിൽ. പക്ഷേ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ എല്ലാ ദിവസവും പള്ളിയിൽ പോയി. ഈ കുഞ്ഞ്, ഞാൻ ഈശോയോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യമായിരുന്നു, ഈശോയെ എന്നും പള്ളിയിൽ പോകും, റോസറി ചെല്ലും, ഞങ്ങളെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കും, ഇവളുടെ ജീവിതത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഫെയിലിയർ കൊടുത്തത്, അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഇവളെ എടുത്തിട്ടുണ്ടല്ലോ, ഇവൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങളപ്പം ഞങ്ങളുടെ ഡ്യൂട്ടി ആകുമ്പോൾ ഞങ്ങൾ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊന്നും ഫോളോ ചെയ്യുന്നില്ലായിരുന്നു, ശരിക്കും പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു. എന്നിട്ട് ഇവള് 4th അറ്റംപ്റ്റ് ലാസ്റ്റ് അറ്റംപ്റ്റ് എക്സാം എഴുതിയപ്പോൾ ഒരു പേപ്പർ ഭയങ്കര ടഫ്, ഒരു പേപ്പർ ഈസിയാന്ന് പറഞ്ഞു. ഈസി അങ്ങനെ അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ഇവൾക്ക് ഈസിയാന്ന് പറഞ്ഞ സബ്ജക്റ്റ് പിന്നെയും പോയി. അവൾ ഡിസ്ക്വാളിഫൈ ആയി. കോർട്ടിൽ നിന്ന് ഓർഡർ വന്നു. ഞങ്ങൾക്ക് ഓർഡർ കോപ്പി എല്ലാ പേരൻസിനും കിട്ടി. ഇനി ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഇവളുടെ ഭാവി എന്ത് ചെയ്യും? ഇവളുടെ 3 വർഷം നഷ്ടമായി, ബാക്കായി പോയി. ഇനി എന്ത് ചെയ്യും? അങ്ങനെ എൻ്റെ സഹോദരങ്ങളുടെ ഹെൽപ്പിലൊക്കെ കൂടെ ഇവൾക്ക് ഞങ്ങൾ ബാംഗ്ലൂരിൽ BSc നഴ്സിങ്ങിന് അഡ്മിഷൻ ഇട്ടു. അപ്പോഴാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഇവർക്ക് ഞങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ഒരു ബോണ്ട് പേപ്പർ സൈൻ ചെയ്യും. 10 ലക്ഷം പിള്ളേർ അവരുടെ എന്തെങ്കിലും കാരണത്താൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെളിയിലാവുകയാണെങ്കിൽ ഞങ്ങൾ 10 ലക്ഷം രൂപ അവിടെ അടച്ചിട്ട് വേണം, ബോണ്ട് കെട്ടി വെച്ചിട്ട് വേണം ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം വന്നു. എങ്കിലും ഞങ്ങൾ ഇവളെ രണ്ടും വിശ്വസിച്ച്, അപ്പോൾ മാതാവിനോട് 2-3 ദിവസം ഞങ്ങൾ മാതാവിനോട് ഈശോയോട് പ്രാർത്ഥിക്കുവോ സംസാരിക്കുവോ നേരെ നോക്കുകയോ ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാനും പിന്നെയും വിശ്വാസം പിന്നെ എങ്ങനെയൊക്കെയോ വിശ്വാസം വന്ന് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവളുടെ ഉടമ്പടി അതെല്ലാം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ പിന്നെയും വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ തുടങ്ങി. അന്നിങ്ങനെ അഡ്മിഷന് വേണ്ടി ബാംഗ്ലൂർക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവൾ അവളുടെ ഉടമ്പടി അതൊന്നും ആർക്കും കൈമാറാൻ പാടില്ല. അപ്പോൾ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും എല്ലാ സാധനങ്ങളും ഇവളെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന്, എൻ്റെ ചങ്കിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈശോയെ മാതാവ് ഇറങ്ങിപ്പോകുന്ന ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് വന്നു. ഭയങ്കര ഒരു വിഷമം. എന്നാലും ഞങ്ങൾ പോയി ബാംഗ്ലൂർ ചെന്നു. അഡ്മിഷൻ എല്ലാം എവിടെയൊക്കെ പ്രോബ്ലം ഉണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ എന്നും ഉടമ്പടി കാശുരൂപ, ഉടമ്പടി ഉപ്പും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാം ചെയ്ത് ഇവർക്ക് അഡ്മിഷൻ കിട്ടി. 3 മാസത്തെ സമയം തന്നു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ കോർട്ടിൽ, ഇവർ 13 പിള്ളേർ ഫെയിലായിരുന്നു. അപ്പോൾ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. ഇവർ സ്വന്തമായി പോയതല്ല, യൂണിവേഴ്സിറ്റി ഇവരെ വെളിയിലാക്കിയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ കൊടുക്കാതെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ ആങ്ങളെ പറഞ്ഞു, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നേരിട്ട് ആൻഡമാന് പോർട്ട് ബ്ലെയറിന് പോകാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ വെച്ചാൽ നാണക്കേട് കാരണം ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാനോ സങ്കടം കാരണം ഒന്നും ചെയ്യാനോ ഉള്ള മനസ്സില്ല. അപ്പോൾ പറഞ്ഞു, എടി മറ്റേച്ചി നീ നാട്ടിൽ ഇവിടെ വന്നിട്ട് പോ. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല, ഞങ്ങൾ തിരിച്ചു പോവുക, ഇവൾക്ക് അഡ്മിഷൻ കൊടുത്തിട്ട് തിരിച്ചു പോകുക. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇവൾ ആ കാശോ ഇതെല്ലാം കൊണ്ടുപോയ ഒരു വിഷമം അങ്ങനെ കിടക്കുമ്പോൾ എന്നോട് പറയുക, പോയി ഉടമ്പടി എടുക്കുക. അങ്ങനെ ഞാൻ അന്നേരം ഇങ്ങോട്ട് ആൻഡമാനിന് പോകാനുള്ള പിറ്റേ ദിവസം പോകാനുള്ള തീരുമാനത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ഇല്ല സജു, നമുക്കൊന്ന് കൃപാസനത്തിൽ പോയിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, നിനക്ക് പോകണോ? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ രാത്രി തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ബസ് കയറി ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നു. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ ഇതാണ് എഴുതിയിരുന്നത്,
ഒന്ന്, അവളുടെ സർട്ടിഫിക്കറ്റ് പൈസ കൊടുക്കാതെ തന്നെ തിരിച്ചു കിട്ടണം. 2, അവളിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോയിരിക്കുന്നത്. എൻ്റെ കുഞ്ഞ് അവിടെ നിന്ന് തല കുനിച്ചാണ് ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. ഇപ്പോൾ ഏത് അവസ്ഥയിൽ അവളെ പഠിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടോ അവിടുന്ന് തലയുയർത്തി ഒന്ന് തിരിച്ചു വരാമെന്ന് വെച്ചാൽ ഇവൾ പറഞ്ഞു ഇനി ഞാൻ ആൻഡമാനും വരത്തില്ല. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു തല ഉയർത്തി തിരിച്ചു വരാനുള്ള ഒരു അനുഗ്രഹം ആശീഷ് കൊടുക്കണേ ഈശോയെ, മാതാവേ കൃപയുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങനായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവളെ ഒരു ഡോക്ടറായി കാണാനുള്ള ഞങ്ങളുടെ ആഗ്രഹം മാതാവേ, അത് ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ്, അതിന് എന്തായാലും നടക്കില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇൻറ്റൻഷൻ ഇട്ട് ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. ഡിസംബറായി. 3 മാസം ഇവൾ MBSc നഴ്സിംഗ് പഠിച്ചു. എന്നിട്ട് ഡിസംബറിൽ വെക്കേഷന് ഇവൾ എൻ്റെ വീട്ടിലേക്ക്, ഞാൻ ഇവിടെ നാട്ടിൽ പാലായിലാണ് എൻ്റെ വീട്. അപ്പോൾ പാലായിൽ ഇവൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഇവളെ കാണാനായിട്ട് പാലായിക്ക് വരാൻ വേണ്ടി ഇവർക്ക് വേണ്ടി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഒരു ഓർഡർ വന്നു, കോട്ടിൻ്റെ ഓർഡർ വന്നു. ഇവർക്ക് ഈ പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് പൈസ ഇല്ലാതെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ ഞാൻ കരഞ്ഞ് മാതാവിന് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഓർഡർ വരികയാണ്. ഞങ്ങൾ ആരും, ഒരു പിള്ളേരുടെയും പേരൻസ് ഇവർക്ക് വേറൊരു അറ്റംപ്റ്റും കൂടെ കൊടുക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ ആരും ഒരിടത്തും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ NDA യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഒരു ഓർഡർ വരികയാണ്. ഈ ബാച്ചിലെ 2020 ബാച്ചിലെ പിള്ളേർ കോവിഡ് അഫക്റ്റഡ് പിള്ളേരാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി തന്നെ ഈ റൂൾ ചേഞ്ച് ചെയ്ത്, അതെൻ്റെ അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. റൂൾ ചെയ്ത് കഴിഞ്ഞ് ആ പേപ്പറിൽ എഴുതിയിരിക്കുകയാണ് മേഴ്സി അറ്റംപ്റ്റ്. ഇവർക്കൊരു മേഴ്സി അറ്റംപ്റ്റ് കൊടുക്കണം. 5th അറ്റംപ്റ്റ് കൊടുത്തു. അങ്ങനെ ഇവർ 5th അറ്റംപ്റ്റിൽ എഴുതാൻ ഞാൻ ഇവളോട് പറഞ്ഞു. ഇപ്പോൾ എല്ലാം നന്നായി നടന്നു പോവുകയായിരുന്നു, പിന്നെയും ഒരു പരീക്ഷണം, ഞാൻ വരുന്നില്ല മമ്മി, അങ്ങനെ അവൾ പറഞ്ഞു. അപ്പോൾ അവൾ ആകെ തകർന്നു. പിന്നെ ഞാൻ ഉടമ്പടി എനിക്ക് ഡിസംബറിൽ എനിക്ക് ഇവിടെ വരണം, റിന്യൂവൽ ചെയ്യാൻ. ഞങ്ങൾ അന്ന് വന്ന് റിന്യൂവൽ ചെയ്യണമെന്ന് ഓർത്ത് വന്നു. അപ്പോൾ 5th അറ്റംപ്റ്റിന് ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ ഇവളെന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല, പഠിക്കുന്നില്ല, അങ്ങനെയൊക്കെ വന്ന്. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ മമ്മി ഇവളും ഒക്കെ കൂടെയാണ് ഇവിടെ പിന്നെയും വന്നത് എൻ്റെ റിന്യൂവൽ ചെയ്യാൻ വേണ്ടി. ഇത് മമ്മിയുടെ അടുത്ത് ഇവൾ ഇരിക്കുക, ഇവിടെ ഇരുന്ന് ഇവൾ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ നന്നായി പ്രാർത്ഥിക്കുന്ന കൊച്ചായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഒരു അച്ഛൻ്റെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞു കൊച്ചു പോയി ഒന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. അവിടെ പോയി പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ ഇച്ചിരി ശാന്തമായി. പിന്നെ ഇവൾ ഞങ്ങളുടെ അങ്ങോട്ട് ആൻഡമാനിൽ വരാനായി. അപ്പോൾ ഇവിടെ 3 മാസം ഇവൾ 10 ദിവസത്തെ ലീവിനാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല, അവിടെ ലീവ് എങ്ങനെ പറയും, ഇവൾക്ക് എക്സാം എഴുതാനായിട്ട് ഇവൾക്ക് പഠിക്കാൻ സമയം വേണം. അങ്ങനെ ഈശോയുടെ മാതാവിൻ്റെ ഓരോ കൃപ, ഓരോ പ്ലേ എന്ന് പറയാം. ഇവൾ കളിക്കാൻ പോയി കസിൻസിൻ്റെ കൂടെ. ഇവളുടെ കാലിന് ഫ്രാക്ചറായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനൊരു വഴി മാതാവ് കാണിച്ചു തന്നു. ഇവൾക്ക് 3 മാസത്തെ റെസ്റ്റ്. ആ 3 മാസത്തെ റെസ്റ്റിനുള്ളിൽ അവൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടുത്തെ അഡ്മിഷന് ഇവൾ ജയിച്ചില്ലെങ്കിൽ തിരിച്ച് അവിടെ പോയി പഠിക്കുകയും ചെയ്യാം. ഇവിടെ പഠിച്ച് പരീക്ഷ എഴുതാനുള്ള ഒരവസരം മാതാവ് തന്നു. അങ്ങനെ ഇവൾ പരീക്ഷ എഴുതി പാസ്സായി. പരീക്ഷ എഴുതി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മമ്മി, എനിക്ക് ഒരു സബ്ജക്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇവൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഇവൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് ഇവൾക്ക് ടഫായിരുന്ന പരീക്ഷ പാസ്സായി, മറ്റേത് ഫെയിലായി. ഇപ്പോൾ പിന്നെ ഒരു സബ്ജക്റ്റാണ് പാസ്സാകാനുള്ളത്. ഇവൾ പരീക്ഷ എഴുതി ഭയങ്കര ടഫായിരുന്നു, എല്ലാ പിള്ളേർക്കും ടഫ്. അപ്പോൾ ഞാനിങ്ങനെ പിന്നെയും കിടന്ന് ഉറങ്ങുന്ന സമയത്ത്, ഞാൻ പകൽ ഉറങ്ങുന്ന സമയത്ത് പിന്നെയും ഞാനിങ്ങനെ ഒച്ചയിൽ എഴുന്നേറ്റിരുന്ന് പറയുക, ജെറമിയ 29:11 വചനം, നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. എനിക്കത് കേട്ട് ഞാനത്